ഈ ശ്രീ അബ്ദുള്ള അബ്ബാസിൽ ഇവിടെ നോക്കൂ, സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്നത് ഇത് ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ രീതിയുടെ കൺവീനിയൻസ് മാത്രമല്ല, അവിടെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. ഹൈക്കോടതിയിലേക്ക് റാറ്റിഫിക്കേഷൻ കിട്ടിയ വിഷയമാണ്. സർക്കാരിൻ്റെ കയ്യിൽ പൂർണ്ണമായും മാൻഡേറ്റ് ഉള്ളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോഴേക്കും സമസ്ത ഇപ്പോഴും വിരട്ടുക, എന്ത് സർക്കാരിനെ വിരട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഇന്നതായി കളയുമെന്ന് പേടിപ്പിക്കുക. ഉമർ ഫൈസി മുക്കം സർക്കാർ നോക്കി മദ്രസ വിദ്യാഭ്യാസം എത്ര ശതമാനം കുട്ടികൾ പഠിക്കുന്നതാണല്ലോ, അതിനാണോ പ്രയോറിറ്റി ഉണ്ടാവേണ്ടത്? ബഹുഭൂരിപക്ഷം പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിനാണോ പ്രയോറിറ്റി ഉണ്ടാവുന്നത്? ഇക്കാര്യത്തിൻ്റെ പേരിൽ സർക്കാരിനെ വിരട്ടാൻ നിന്നാൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന ന്യൂട്രൽ അല്ലെങ്കിൽ ഇടപെടലുകളുടെ വഴിയടയ്ക്കുന്ന ന്യൂട്രൽ വിദ്യാഭ്യാസം വേണമെന്ന ആശയത്തിന് കൂടുതൽ പിന്തുണ കിട്ടുകയല്ലേ ചെയ്യൂ. ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ. തീർച്ചയായും ഇവിടെ വിരട്ടുക പോലുള്ള കാര്യങ്ങൾ, അതിൽ പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് കേട്ടിട്ടില്ല. തീർച്ചയായും അത് ആ നിലയ്ക്ക് ഒരു ചർച്ചയുടെ രൂപത്തിലേക്കാണ് വരേണ്ടത്. അല്ല, തീർച്ചയായും ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും സമയമാറ്റത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്, ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഇവിടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഈ വിദ്യാലയങ്ങളിലേക്ക് മതം വേണ്ട അല്ലെങ്കിൽ മതം പുറത്ത് എന്ന രൂപത്തിലുള്ള ചർച്ച വരുമ്പോൾ അതിൽ ഒരു ചെറിയൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് എനിക്ക് 3 പോയിന്റുകളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, ഇത് പുറത്തു വരുന്നത് ഒരു അഭിമുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ അഭിമുഖം കണ്ടപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചില നിർബന്ധങ്ങൾ ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം വരുന്നത്. അപ്പോൾ ആ വിഷയം ഇങ്ങനെ ചർച്ചയാവുന്നതിൽ ചെറിയൊരു ആശങ്ക പങ്കുവെക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ വളരെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പൊതുവിദ്യാലയത്തിൽ പഠിച്ചവണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും. നേരത്തെ ഹാഷ്മി ഒരുപാട് അധ്യാപകരുടെ പേര് പറഞ്ഞു, ഞാൻ എൻ്റെ വിചിത്ര ടീച്ചറെയും അതുപോലെ തന്നെ രശ്മി ടീച്ചറൊക്കെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതേപോലെ അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ആ രൂപത്തിൽ പഠിച്ചു വളർന്നു വന്ന ആളുകളാണ്. അതിൽ ഇങ്ങനെ പെട്ടെന്ന് വളരെ വ്യാപകമായി കേരളത്തിൽ അത്തരത്തിലുള്ള മതം അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു വിഷയമാണ്. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത്ര വ്യാപകമല്ലെങ്കിൽ അത് കുറച്ചുകൂടി എവിടെയെങ്കിലും ഉള്ള കാര്യങ്ങൾ, ഒരു പിന്നെ 1-2 സ്ഥലത്തുള്ളതാണെങ്കിൽ അവിടെ മാത്രം ഇടപെട്ട് തീർക്കാവുന്നതായിരുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മതം എപ്പോഴും ഒരു പ്രശ്നം എന്ന രൂപത്തിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുകയും ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക പങ്കുവെക്കുകയാണ്. ഇനി ഈ വിഷയത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സർക്കാരിൻ്റെ നയം എന്നുള്ളത് പൂർണ്ണമായൊരു വ്യക്തതയില്ല. ഇതിൽ 3 കാര്യങ്ങളാവാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തത്, ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും നിർബന്ധിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു ആശയമാണ്. അതാണ് നയം എങ്കിൽ, ഇപ്പോൾ നേരത്തെ ഹാഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുട്ടിയാണെങ്കിൽ പോലും വിയോജിപ്പുള്ള ഒരു കാര്യം നടപ്പിലാക്കരുത് എന്നുള്ള ആ വാചകം, അത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ, അതാണ് നയം എങ്കിൽ, ഒരാൾക്കും പ്രയാസകരമായ ഒന്നും ഉണ്ടാകരുത്, ഒരു വിശ്വാസവും അടിച്ചേൽപ്പിക്കരുത്, ഒരു ആചാരവും നടപ്പിലാക്കരുത്, അല്ലെങ്കിൽ ഒരാചാരവും അടിച്ചേൽപ്പിക്കരുത്, മതനിരാസം അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്വാഗതം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. സ്വന്തം മതം പൂർണ്ണമായ അഭിമാനബോധത്തോടു കൂടി തന്നെ എല്ലാവർക്കും അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പിന്നെ അവസരം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അടിച്ചേൽപ്പിക്കലിനെതിരായിട്ടാണ് ഇത്തരം കാര്യങ്ങളെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു. ഇനി അതല്ല, പലപ്പോഴും എനിക്ക് സംശയമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മതത്തെ തന്നെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു മതരാഹിത്യം അടിച്ചേൽപ്പിക്കുക. നേരത്തെ ബഹുമാന്യനായ രാജു പി നായർ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെസ്റ്റേൺ സെക്യുലറിസം അല്ല, മറിച്ച് ഒരു ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് നമുക്ക് ഗാന്ധിജി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സെക്യുലറിസമാണ്. അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് ഒരു മതരാഹിത്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വിയോജിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പൊതു ഇടങ്ങളിൽ മതം വിസിബിൾ ആകുന്നത് പാടില്ല എന്ന ഒരു സിദ്ധാന്തം പലപ്പോഴും ഒരു അത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്കിൽ അതിനോട് വിയോജിപ്പാണ്. കാരണം നമുക്കറിയാം, മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ ആചാരങ്ങളും പൊതു ഇടങ്ങളിൽ ഇപ്പൊ എല്ലാ മതങ്ങളും പഠിക്കുന്ന ഒരു സ്കൂളിൽ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ മതചിഹ്നം പ്രകടമാവുകയും അതവർക്ക് എന്താണ് ഇപ്പോൾ വേണമെങ്കിൽ പല കുട്ടികൾ മാറി നിൽക്കാമെന്ന് പറയാം, പക്ഷേ അവർ അനിഷ്ടത്തോടെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ വേദനയോടെ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതവിടെ പ്രകടമാവണ്ട. അബ്ദുള്ള അബ്ബാസിൽ അവിടെയാണ് ഞാൻ പറയുന്നത്. അതാണ് പിന്നെ വ്യക്തികൾക്ക് മതങ്ങൾ പ്രകടമാക്കാം, മതത്തിന്റെ ചിഹ്നങ്ങൾ ഇപ്പോൾ ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു മുസ്ലിമിന് അത് കണ്ടാൽ ഒരു പ്രശ്നമില്ല. ഒരു മുസ്ലിം ഹിജാബ് ധരിച്ചാൽ അത് വേറൊരാൾ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. അതിനപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പ്രശ്നമാണ്. താങ്കൾ പറഞ്ഞത് ഒരു കുട്ടിയാണെങ്കിൽ പോലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മതമാകട്ടെ മതരാഹിത്യമാകട്ടെ ഏതെങ്കിലും ആളുകൾക്ക് പ്രശ്നങ്ങളുള്ള കൺസേണുകളുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളത്, അത് മതരാഹിത്യവുമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഏതാണെങ്കിലും, നേരത്തെ ജെൻഡർ ന്യൂട്രൽ
ന്യൂട്രാലിറ്റി അടക്കം പറഞ്ഞു. അത്തരത്തിൽ ഏത് കാര്യങ്ങളാണെങ്കിലും കുറച്ച് ആളുകൾക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കേണ്ടതുണ്ട്. ഹഷ്മിയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ മതം അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നു നമ്മുടെ പൊതുസമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം അതെന്താ വെച്ചാൽ, ഒരു പൊതുവൽക്കരിക്കപ്പെട്ട സംസ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു ഭൂരിപക്ഷം സംസ്കാരത്തിന്റെ പല ചിഹ്നങ്ങളും പൊതുവൽക്കരിക്കപ്പെടുക, അതുപോലെ തന്നെ ഒരു ലിബറൽ സംസ്കാരത്തിന്റെ കൾച്ചറുകൾ പൊതുവൽക്കരിക്കപ്പെടുക, എന്നിട്ട് അത് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ വേരുകൾ അതിനുണ്ടാവും. പക്ഷേ എന്നാലും അത് പൊതുവൽക്കരിച്ചിട്ട് അത് നടപ്പിലാക്കുക. അപ്പൊ എന്തായാലും അത് മതം നടപ്പിലാക്കലല്ല, മറിച്ച് അത് പൊതുധാരയാണ്. അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അതിന്റെ കൂടെ. താങ്കൾ